ഹലോ ഓൾ. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ ബ്ലോക്ക് 3 ആയിട്ടുള്ള റീഡിങ് സ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിലെ 3 യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, എങ്ങനെ വായിക്കണം അല്ലെങ്കിൽ വായനയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയുന്ന 3 യൂണിറ്റിലായിട്ട് പറയുന്നത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുമ്പോൾ വായിക്കാനും എഴുതാനും അറിയുന്ന കാര്യങ്ങൾ അതിലെങ്ങനെ എഴുതണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. സോ അതിലത്തെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള നമ്മുടെ ദ റീഡിങ് സ്കിൽ എന്ന് പറഞ്ഞ യൂണിറ്റാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ വി നോ ദാറ്റ് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പല തരത്തിൽ നമുക്ക് റീഡ് ചെയ്യാം അല്ലേ. ജസ്റ്റ് വെറുതെ വായിച്ചു വിടാം, അതല്ലാന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ച് വായിക്കാം. സോ റീഡിങ് എന്ന് പറഞ്ഞാൽ വെറും വായന മാത്രമല്ല, അതിൽ പല ടൈപ്പ് ഓഫ് റീഡിങ്സ് വരുന്നുണ്ട്. ഈ റീഡിങ്ങിന് പല പ്രോസസ്സുകൾ വരുന്നുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ ഒരു കുഞ്ഞൊരു യൂണിറ്റാണ് ദ റീഡിങ് സ്കിൽ എന്ന് പറഞ്ഞ യൂണിറ്റ്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എൻ്റെ ക്ലാസ്സിൽ പറയാൻ പോണത്. സോ നമുക്ക് നോക്കാം. മീനിങ് ഓഫ് റീഡിങ് സ്കിൽ. റീഡിങ് സ്കില്ലിൻ്റെ അർത്ഥം എന്താ? റീഡിങ് സ്കിൽ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് റിട്ടൺ ടെക്സ്റ്റ് പ്രോപ്പർലി. It is not only reading words but also understanding meaning. ഓക്കെ, റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേർഡ്സ് പെറുക്കി എടുക്കുക എന്നുള്ളതല്ല അർത്ഥം. കൊടുത്തിരിക്കുന്ന ഒരു പാസേജ് ആണെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ആ സെൻറ്റൻസ് പ്രോപ്പറായിട്ട് വായിച്ച് അതിൻ്റെ മീനിങ്, അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ ഒരു പാസേജ് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വായിക്കാം. ആ ഓരോരുത്തരും വായിക്കുമ്പോൾ സെയിം മീനിങ് തന്നെ ഡിഫറെൻറ്റ് ആംഗിളിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ആ ഒരു കൊടുത്തിരിക്കുന്ന സാധനത്തിൻ്റെ മീനിങ് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ എങ്ങനെ വായിച്ചെടുക്കുന്നു, ദാറ്റ് ഈസ് റീഡിങ്. ആക്ച്വലി അതിനെയാണ് റീഡിങ് സ്കിൽ എന്ന് പറയുന്നത്. കൊടുത്തിരിക്കുന്ന ആ ഒരു സാധനത്തെ പ്രോപ്പറായിട്ട് വായിച്ചെടുക്കുന്നതിലാണ് റീഡിങ്, അതിൽ റീഡിങ് സ്കിൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ റീഡിങ് ഹെൽപ്സ് ടു, റീഡിങ് നമ്മൾ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? റീഡിങ് ഹെൽപ്സ് ടു ഗെയിൻ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിങ് നമ്മളെ സഹായിക്കും. ഇംപ്രൂവ് വൊക്കാബുലറി, നമ്മുടെ വൊക്കാബുലറി ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി റീഡിങ് നമ്മളെ സഹായിക്കും. ഇൻക്രീസ് ലാംഗ്വേജ് എബിലിറ്റി, നമ്മളിലുള്ള ലാംഗ്വേജ് എബിലിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ് ഐഡിയാസ് ക്ലിയർലി, അതുപോലെ തന്നെ ഐഡിയാസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടും റീഡിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ റീഡിങ് ഹെൽപ്സ് ടു ഗെയിൻ നോളജ് സമ്പാദിക്കാൻ, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ, ഇൻക്രീസ് ലാംഗ്വേജ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഐഡിയാസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും റീഡിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു ജസ്റ്റ് റീഡിങ് എന്ന് പറയുമ്പോൾ വെറും വായന എന്നുള്ളത് പല ടൈപ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ഒക്കെ വായിക്കുകയാണെങ്കിൽ ഓൺലി നമ്മൾ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് മാത്രം വായിക്കുകയാണെങ്കിൽ ആ വായന നമ്മൾ ശരിക്കും സ്കിമ്മിങ് എന്നാ പറയാം. ദാറ്റ് മീൻസ് ജസ്റ്റ് ഫ്രീ ആയിട്ട് വായിക്കുക, അല്ലാതെ കാര്യമായിട്ട് അതിലത്തെ ഓരോ വേർഡ്സും എടുത്ത് വായിക്കുന്നതല്ല, ജസ്റ്റ് ഫ്രീ ആയിട്ട് മെയിൻ ഐഡിയാസ് മാത്രം പെട്ടെന്ന് വായിച്ച് പോകുന്ന രീതിക്ക് വായിക്കുന്നത് നമ്മൾ ജസ്റ്റ് സ്കിമ്മിങ് എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യപ്പോൾ ട്രെയിൻ ടൈമിങ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണം ഉണ്ട്, അതൊരു ടൈം എപ്പോഴാണെന്ന് അറിയണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കൂടുതൽ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സ്കാനിങ് എന്നാണ് പറയുക. ആ റീഡിങ് ലൈക്ക് സ്കാനിങ് എന്നാണ് പറയുക. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യത്തെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കുത്തിയിരുന്ന് വായിക്കുന്നത് നമ്മൾ ഇൻറ്റൻസീവ് റീഡിങ് എന്നാണ് പറയുക. ഒരു ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് ഒക്കെ നമ്മൾ വായിക്കുന്നതൊക്കെ ഇൻറ്റൻസീവ് റീഡിങ്ങിൽ പെടും. ആൻഡ് നമ്മൾ വെറുതെ ഒരു ബുക്കൊക്കെ വായിക്കാം, നമുക്ക് ജസ്റ്റ് ഫോർ റിലാക്സേഷൻ. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു ബുക്ക് വായിക്കാം, ജസ്റ്റ് ഫോർ റിലാക്സേഷനൊക്കെ വായിക്കുന്ന പ്രോസസ്സാണെങ്കിൽ അത് നമ്മൾ എക്സ്റ്റെൻസീവ് റീഡിങ് എന്നാണ് പറയുക. ജസ്റ്റ് മൈൻഡിലേക്ക് പറഞ്ഞെന്താണ് ഫ്രീ ആയിട്ട് വായിക്കുന്നത് സ്കിമ്മിങ് എന്നും, നമ്മൾ എന്തെങ്കിലും കാര്യത്തെ ടൈമിംഗ് പോലെ നോക്കുന്നത് സ്കാനിങ് എന്നും, നല്ല രീതിക്ക് ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ബുക്കുകൾ വായിക്കുന്നതിന് ഇൻറ്റൻസീവ് എന്നും, ഫ്രീ ആയിട്ട് വായിക്കുന്നതിന് എക്സ്റ്റെൻസീവ് റീഡിങ് എന്നും പൊതുവെ പറയാറുണ്ട്. നെക്സ്റ്റ് റീഡിങ്ങിൻ്റെ പ്രോസസ്സുകൾ. ഓക്കെ, വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ വേണം നമ്മൾ ഓരോ കാര്യവും വായിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിവ്യൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിവ്യൂ ആണ്. ദാറ്റ് മീൻസ് ലുക്ക് അറ്റ് ടൈറ്റിൽ ആൻഡ് ഹെഡിങ്സ്. ആ കൊടുത്തിരിക്കുന്ന പാസേജിൻ്റെ, കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ മുകളിലുള്ള എന്താണ് അതിൻ്റെ കോണ്ടന്റ് എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഹെഡ്ലൈൻസും ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നോക്കി വെക്കുക. ഒരു ഔട്ട്ലൈനായിട്ട് എന്താണ് എന്നറിയാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് വേർഡ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈൻസോ കാര്യങ്ങളൊക്കെ ആദ്യം പ്രിവ്യൂ ചെക്ക് ചെയ്ത് നോക്കുക. സെക്കൻഡ് തിങ്, റീഡ് കെയർഫുള്ളി. രണ്ടാമത്തെ കാര്യം, വളരെ കെയർഫുൾ ആയിട്ട് ഓരോ കാര്യവും
ഓരോ ലൈനും ഒരു വേർഡ്സ് വിടാതെ ക്ലിയർ ആയിട്ട് കെയർഫുൾ ആയിട്ട് വായിക്കാം. അണ്ടർസ്റ്റാൻഡ് കോണ്ടന്റ്, ആ കോണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കെയർഫുള്ളി ആയിട്ട് റീഡ് ചെയ്യുന്നത്. ഐഡന്റിഫൈ മെയിൻ ഐഡിയ. സ്റ്റെപ്പ് 3 എന്താ, അതിലത്തെ മെയിൻ ഐഡിയ നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ഫൈൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇപ്പോൾ ഒരു പാസേജിൽ കുറേ അനാവശ്യമായ കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് പാസേജും വായിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഐഡന്റിഫൈ മെയിൻ ഐഡിയ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പ് 4 സമ്മറൈസ് ചെയ്യുക. ആ കൊടുത്തിരിക്കുന്ന വലിയൊരു പാസേജിനെ നമ്മൾ ഷോർട്ടാക്കി സമ്മറൈസ് ചെയ്ത് നമുക്ക് വേണ്ടതാക്കി മാറ്റിയെടുക്കുക. ദാറ്റ് മീൻസ് സമ്മറൈസിങ്. ഒരു ഷോർട്ട് മീനിങ് ആക്കിയിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നതിനാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. സോ റീഡിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രിവ്യൂ, ആദ്യം ടൈറ്റിലോ അല്ലെങ്കിൽ ഹെഡ്ലൈനോ ഒക്കെ നോക്കിയിട്ട് എന്തായിരിക്കാം എന്നുള്ള ഒരു കോണ്ടന്റ് മനസ്സിലാക്കുക. സെക്കൻഡ് തിങ്, റീഡ് കെയർഫുള്ളി, നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ട് കൃത്യമായുള്ള കൊടുത്തിരിക്കുന്ന കോണ്ടന്റ് വായിച്ച് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടന്റ്. തേർഡ് തിങ്, മെയിൻ ഐഡിയ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഫോർത്ത് തിങ്, സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ആ പാസേജിൽ നിന്നും എടുത്തെഴുതുക. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് റീഡിങ് പ്രോസസ്. ആൻഡ് ഇനി റീഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ഫസ്റ്റ് തിങ് പ്രഡിക്റ്റിംഗ്. ഓക്കെ, പ്രഡിക്ഷൻ. ഈ ഒരു പാസേജിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഈ ഒരു പാസേജിൻ്റെ കോണ്ടന്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. ഗസ്സിങ് കോണ്ടന്റ് ബിഫോർ റീഡിങ്. അത് വായിക്കുന്നതിന് മുൻപ് അതിൻ്റെ കോണ്ടന്റ് എന്തായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് എന്താ, ഗസ്സിങ് ദ മീനിങ്. ഓക്കെ, അപ്പം നമ്മൾ കോണ്ടന്റ് ഗസ് ചെയ്തു. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു പാസേജ് വായിച്ചതിന് ശേഷം അതിൻ്റെ മീനിങ് ഇത് തന്നെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ സ്വയം ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. ദാറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് അൺനോൺ വേർഡ്സ് ഫ്രം കോണ്ടെക്സ്റ്റ്. കാരണം ഒരു പാസേജിൽ നമുക്ക് അറിയാവുന്ന വാചകങ്ങളും ഉണ്ടാവും, അറിയാത്ത കുറേ വേർഡ്സും ഉണ്ടാവും. സോ ഈ അറിയാത്ത വേർഡ്സ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് ഐഡിയ ഇതായിരിക്കാം പാസേജിൻ്റെ മീനിങ്. ഇപ്പോൾ എക്സാം ഹോളിൽ പോയിട്ട് നമുക്ക് അറിയാത്തൊരു ഇത് വരികയാണെങ്കിൽ നമുക്ക് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ ഏകദേശം ഇതായിരിക്കും എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക മീനിങ്സ് വെച്ചിട്ട്. ദെൻ ഐഡൻറ്റിഫൈങ് കീവേഡ്സ്, ഫൈൻഡിങ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്. ഏതൊരു സെൻറ്റൻസിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള കീവേഡ്സ് ഉണ്ടാവും, കീവേഡ്സ് ഇല്ലാത്തൊരു സെൻറ്റൻസും ഉണ്ടാവില്ല. സോ ആ ഒരു സെൻറ്റൻസിൽ കീവേഡ് എന്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാവുമ്പോൾ ആ ഒരു കീവേഡ് വെച്ച് നമുക്ക് ബാക്കി എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ റീഡിങ് വായിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ്. ഫസ്റ്റ് തിങ് പ്രഡിക്റ്റ്, വായിക്കുന്നതിന് മുമ്പ് കോണ്ടന്റ് ഒന്ന് ഗസ് ചെയ്ത് മനസ്സിലാക്കുക. ദെൻ ഗസ്സിങ് മീനിങ് ഒന്ന് നിങ്ങൾ അറിയാത്ത വേർഡ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ മീനിങ് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കാൻ നോക്കുക. തേർഡ് തിങ് ഐഡൻറ്റിഫൈങ് കീവേഡ്സ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ ആ റീഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ഫസ്റ്റ് യൂണിറ്റിൽ, ബ്ലോക്ക് 3 ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നുള്ളൂ. സിമ്പിളാണ്, കാരണം റീഡിങ് നമ്മളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റീഡിങ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ നമ്മളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ ചാപ്റ്ററിൽ വരാൻ പോകുന്നത്. ആൻഡ് റീഡിങ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ വായിക്കുന്നതല്ല, കൊടുത്തിരിക്കുന്ന ഒരു പാസേജിനെ നല്ലതുപോലെ മനസ്സിലാക്കി വ്യക്തമായി എടുക്കുന്നതിനാണ് റീഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പ്രോസസ് ഓഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രിവ്യൂ ചെക്ക് ചെയ്യുക, ശേഷം നല്ലതുപോലെ കെയർഫുള്ളായിട്ട് വായിച്ചിട്ട് അതിൻ്റെ കോണ്ടന്റ് മനസ്സിലാക്കുക, മെയിൻ ഐഡിയ മനസ്സിലാക്കുക, ദെൻ സമ്മറൈസ് ചെയ്തിട്ട് നമ്മുടേതായ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. ദെൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രഡിക്റ്റ് ചെയ്യുക, മീനിങ്സ് ഗസ് ചെയ്യുക, ആൻഡ് അൺനോൺ വേർഡ്സ് ആയുള്ള കീവേഡ്സ് ഒക്കെ കണ്ടുപിടിക്കുക. സോ ഇതൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് യൂണിറ്റ് ആയുള്ള ബ്ലോക്ക് 3 ഫസ്റ്റ് യൂണിറ്റ് ആയുള്ള റീഡിങ് സ്കിൽ എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആയിട്ടുള്ള വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റാണ്. ഓക്കെ, സോ നമുക്ക് യൂണിറ്റ് 2 നോക്കി നോക്കാം. സോ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റിംഗ് സ്കില്ലിന്, ഗ്രാമർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. സോ വൊക്കാബുലറി മീൻസ് ദ കളക്ഷൻ ഓഫ് വേർഡ്സ് നോൺ ബൈ എ പേഴ്സൺ. ഓക്കെ, ഒരു വ്യക്തിക്ക് അറിയാവുന്ന വേർഡ്സിൻ്റെ കളക്ഷനാണ് ആക്ച്വലി വൊക്കാബുലറി എന്ന് പറയുന്നത്. ഗ്രാമറിന്, വേർഡ്സിന്, സെൻറ്റൻസ് മേക്ക് ചെയ്യാനുള്ള ഫോർമേഷന്, ആ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് ആക്ച്വലി നമ്മൾ വൊക്കാബുലറി, അല്ലെങ്കിൽ അതിനെയാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ആൻഡ് ഗുഡ് വൊക്കാബുലറി ഇംപ്രൂവ്സ്. നമുക്ക് നല്ലൊരു വൊക്കാബുലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ
നമുക്ക് സ്പീക്കിംഗ് നല്ലോണം പോസിബിൾ ആയിരിക്കും, റൈറ്റിംഗ് പോസിബിൾ ആയിരിക്കും, റീഡിങ് പോസിബിൾ ആയിരിക്കും, ആൻഡ് കമ്മ്യൂണിക്കേഷൻ നല്ലതുപോലെ ചെയ്യാൻ സാധിക്കും. So, a good vocabulary improves a man to speak properly, to write properly, to read properly, and to communicate properly. Communication, reading, writing, ഒക്കെ പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൊക്കാബുലറി അടിപൊളിയായിരിക്കണം. ആൻഡ് ഹൗ നമ്മൾ എങ്ങനെ ഈ ഒരു വെക്കാബുലറി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, കൂടാതെ വേസ് ടു ഇമ്പ്രൂവ് വെക്കാബുലറി ചോദിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ഫസ്റ്റ് തിങ് റീഡിങ് ബുക്സ്. ബുക്കുകൾ വായിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് കുറേ പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ പുതിയ വേർഡ്സുകൾ, പുതിയ പുതിയ സെൻറ്റൻസിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വല്ലത് എഴുതുമ്പോൾ നമുക്കത് സഹായകമാകും. സോ ഫസ്റ്റ് തിങ് ടു ഇംപ്രൂവ് അവർ വൊക്കാബുലറി റീഡിങ്. വേറെ ഒന്നും റീഡ് ചെയ്യണ്ട, അവനവൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രം നമ്മൾ വായിച്ചാൽ മതി. സോ റീഡിങ് ഈസ് ദ ഫസ്റ്റ് തിങ് ടു ഇംപ്രൂവ് അവർ വൊക്കാബുലറി. അല്ല, ന്യൂ വേർഡ്സ്. ഓക്കെ, ഫ്രം റീഡിങ് നമ്മൾ പുതിയ പുതിയ വേർഡ്സ് പഠിക്കും. അത് മുഖാന്തരം നമുക്ക് റീഡിങ് അല്ലെങ്കിൽ പുതിയ പുതിയ വേർഡ്സ് സെറ്റാക്കാൻ പറ്റും. സെക്കൻഡ് തിങ് യൂസിങ് ഡിക്ഷണറി. ഡിക്ഷണറി നോക്കി വെക്കുക. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ കുറേ വേർഡ്സിൻ്റെ കളക്ഷൻ ആണല്ലേ. സോ നമ്മൾ ഈ ഡിക്ഷണറി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഡിക്ഷണറി വായിക്കുമ്പോൾ പുതിയ പുതിയ വേർഡ്സ് നമുക്ക് കിട്ടും, അവരുടെ മീനിങ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വല്ല ഒക്കേഷനും സംസാരിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ ആ ഡിക്ഷണറിയിൽ നോക്കിയ വേർഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് തിങ് യൂസിങ് ഡിക്ഷണറി. ഡിക്ഷണറി നോക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് പുതിയ പുതിയ വേർഡ്സും അവരുടെ മീനിങ്സും മനസ്സിലാക്കാൻ സാധിക്കും. തേർഡ് തിങ് ലേണിംഗ് സിനോണിംസ്. ഓക്കെ, സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ പര്യായ പദം. അപ്പം ഹാപ്പി, ഗ്ലാഡ്, അതുപോലത്തെ ഒരു വേർഡിൻ്റെ പര്യായ പദത്തെയാണ് നമ്മൾ ആക്ച്വലി സിനോണിം എന്ന് പറയാം. സോ ഓരോ വേർഡ്സിൻ്റെ സിനോണിംസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരു വേർഡിന് പകരം വേറെ ഏത് ഉപയോഗിക്കണം എന്നുള്ള ഒരു സാധനം നമുക്ക് വിട്ടും കിട്ടും. ഓക്കെ, സോ ലേണിംഗ് സിനോണിംസ് ആണ് തേർഡ് തിങ്. ആൻഡ് ഫോർത്ത് തിങ് ലേണിംഗ് ആൻറ്റോണിംസ്. ഈ സിനോണിംസ് വായിക്കുന്നത് പോലെ സിനോണിംസ് പഠിക്കുന്നത് അതേപോലെ തന്നെയാണ് ആൻറ്റോണിംസ് പഠിച്ചു വെക്കുക എന്നുള്ളത്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് വേർഡ്, ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് പഠിച്ചു വെക്കുക എന്നുള്ളത്. സോ സെക്കൻഡ് തിങ് എന്താണ്, ലേണിംഗ് ആൻറ്റോണിംസ്, ഓപ്പോസിറ്റ് വേർഡ്സ് അറിഞ്ഞു വെക്കുക. ഇപ്പോൾ ഹോട്ടിൻ്റെത് കോൾഡ്, അതുപോലെ ഓരോ വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ what are the ways to improve our vocabulary? നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തിങ് റീഡിങ്. നല്ലോണം വായിക്കുക, റീഡിങ് ബുക്സ്, ബുക്കുകൾ വായിക്കുക. വായിക്കും തോറും നമുക്ക് പുതിയ പുതിയ വേർഡ്സ് പിടുത്തം കിട്ടും. സോ നമ്മുടെ വൊക്കാബുലറി ഒന്നുകൂടെ ഈസി ആയിരിക്കും. യൂസിങ് ഡിക്ഷണറി. ഡിക്ഷണറികൾ ഉപയോഗിക്കുക, അത് നമുക്ക് ഒരുപാട് ന്യൂ വേർഡ്സും കിട്ടും, അതിൻ്റെ മീനിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തേർഡ് തിങ് ഓരോ വേർഡ്സിനെയും സിനോണിംസ് പഠിച്ചു വയ്ക്കുക. ഫോർത്ത് തിങ് ഓരോ വേർഡ്സിനെയും ആൻറ്റോണിംസും പഠിച്ചു വയ്ക്കുക. സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ പര്യായ പദത്തെയും ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡിനെയാണ് നമ്മൾ പറയുക. സോ സിനോണിംസും ആൻറ്റോണിംസും പഠിച്ചു വെക്കുക. ദെൻ വേർഡ് ഫോർമേഷൻ. ഒരു വേർഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വേർഡ് ഫോർമേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് തിങ് പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രീ പ്രൈമറി എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ, എന്താ പ്രൈമറിക്ക് മുന്നേയല്ല. അപ്പം പ്രീ എന്ന് പറഞ്ഞാൽ മുന്നേ എന്നാ. അപ്പോൾ ഒരു വേർഡിൻ്റെ മുൻപ് ചേർക്കുന്ന വേർഡ്സിനെയാണ് പ്രിഫിക്സ് എന്ന് പറയാം. ഓക്കെ, ഒരു വേർഡിൻ്റെ മുൻപ് ചേർക്കുന്ന, ഇപ്പം ഹാപ്പിയുടെ മുൻപ് അൺ ചേർത്താൽ നമുക്ക് അൺഹാപ്പി കിട്ടും. അപ്പോൾ അതുപോലെ ഒരു വേർഡിന് മുൻപിൽ ചേർക്കുന്നതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ആഡഡ് ബിഫോർ വേർഡ്, റീറൈറ്റ്, അൺഹാപ്പി, ഇതൊക്കെ പ്രിഫിക്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് ശേഷം ചേർക്കുന്നവയാണ് സഫിക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ കെയർഫുൾ, കെയർഫുൾ, ഹെൽപ്ലെസ്, ഹെൽപ്ലെസ്. അങ്ങനെ ഒരു വേർഡിന് ശേഷം ചേർക്കുന്നവയെ സഫിക്സ് എന്നും ഒരു വേർഡിന് മുൻപ് ചേർക്കുന്നവയെ പ്രിഫിക്സ് എന്നാണ് പറയുക. സോ ഈ പ്രിഫിക്സും സഫിക്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വേർഡ് ഫോം ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഉള്ളൊരു വേർഡിൻ്റെ മുൻപിൽ ഒരു സാധനം ചേർത്ത് കൊടുത്താൽ അതിനെ പുതിയൊരു വേർഡ് ആക്കാനും, അതിന് ശേഷം ഒരു സാധനം ചേർത്ത് കൊടുത്താൽ അതിനെ വേറൊരു വേർഡ് ആക്കാനും നമുക്ക് സാധിക്കും. സോ ദാറ്റ് ഈസ് വേർഡ് ഫോർമേഷൻ യൂസിങ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് മുൻപ് ചേർക്കുന്നവയും സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് ശേഷം ചേർക്കുന്നവയുമാണ്. ദെൻ കോണ്ടെക്സ്റ്റ് മീനിങ് മനസ്സിലാക്കുക. ഓക്കെ, മീനിങ് ഡിപ്പെൻഡ്സ് ഓൺ സെൻറ്റൻസ് ആണല്ലോ. മീനിങ് എന്ത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? സെൻറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സോ ആ ഒരു കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വേർഡിൻ്റെയും മീനിങ്, ഓരോ വേർഡ്സും കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കോണ്ടെക്സ്റ്റ് മീനിങ് മനസ്സിലാക്കുക. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ എ സെൻറ്റൻസ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ആണ്, ഇപ്പോൾ ലൈറ്റ് ബാഗ്. ലൈറ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോട്ട് ഹെവി, അല്ലെ വലിയ ഭാരമില്ലാത്തൊരു ബാഗ്.
ആ ഒരു ബാഗിനെ ലൈറ്റ് ആയിട്ടുള്ള ബാഗ് എന്നും പറയാം, ഭാരം ഇല്ലാത്ത ബാഗ് എന്നും പറയാം. സോ ആ ഒരു സെന്റൻസിനെ വെച്ചിട്ടാണ് നമ്മൾ ഇല്ലാത്ത ബാഗ് എന്നാണോ ഇത് ലൈറ്റ് ആയിട്ടുള്ള ബാഗ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി സെന്റൻസ്. ഇനി കോമൺ വൊക്കാബുലറി എക്സസൈസ് ആയിട്ട് പൊതുവെ വരാറ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പുതിയ വേർഡ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് മാച്ചിങ് വേർഡ്സിൻ്റെ അവിടെ സെന്റൻസ് ഫോർമേഷനിൽ ഇവിടെയൊക്കെയാണ് പൊതുവെ ഈ ഒരു കോമൺ വൊക്കാബുലറി എക്സസൈസുകൾ ചോദിക്കാറ്. സോ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ഓരോ ഈച്ച് ആൻഡ് എവറി വേർഡ് ഒരു ഹ്യൂമൻ ബീയിന് അറിയുക എന്നതാണ്. ഇറ്റ്സ് ഗ്രാമർ, അത്രേ ഉള്ളൂ. ആൻഡ് ഇതിൽ പറയുന്നു ഒരു വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം റീഡ് ചെയ്യുക, നന്നായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡിക്ഷണറി ഉപയോഗിക്കുക, സിനോണിംസ് ആൻറ്റോണിംസ് ഒക്കെ പഠിച്ചു വെക്കുക. നമ്മുടെ വൊക്കാബുലറി പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, സ്പീക്ക് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെ പ്രോപ്പറായിട്ട് മാറും. ആൻഡ് ഒരു വേർഡ് ഫോർമേഷന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 സാധനങ്ങൾ വന്ന് പ്രിഫിക്സും സഫിക്സുമാണ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് 2 ആയിട്ടുള്ള ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആയിട്ടുള്ള നമ്മുടെ വൊക്കാബുലറി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 3 ആണ്, ദ റൈറ്റിംഗ് സ്കിൽ സം ബേസിക് ഗൈഡ് ലൈൻസ് എന്നല്ല. നമ്മളിപ്പോൾ വായിക്കുമ്പോൾ വായന എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വൊക്കാബുലറി എന്താന്ന് പറഞ്ഞു. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ എഴുതണം, അതൊക്കെയാണ് ഈ ഒരു റൈറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പറയാൻ പോണത്. സോ റൈറ്റിംഗ് സ്കിൽ മീൻസ് എക്സ്പ്രസിങ് ഐഡിയാസ് ക്ലിയർലി ത്രൂ റൈറ്റിംഗ്. റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് എന്താ, കൃത്യമായിട്ട് എഴുതി ഫലിപ്പിക്കുക നമ്മുടെ ഐഡിയാസ് ആണല്ലോ, അതിനെയാണ് റൈറ്റിംഗ് സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റൈറ്റിംഗ് സ്കിൽ മീൻസ് എക്സ്പ്രസിങ് ഐഡിയാസ് ക്ലിയർലി ത്രൂ റൈറ്റിംഗ്. നമ്മുടെ എഴുത്തിലൂടെ ഐഡിയാസിനെ കൃത്യമായി എഴുതി ഫലിപ്പിക്കുന്നതിനെയാണ് റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഗുഡ് റൈറ്റിംഗ് സ്കിൽ ഷുഡ് ബി, ഒരു നല്ല റൈറ്റിംഗ് സ്കിൽ എങ്ങനെയായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം, മീനിങ് ഫുൾ ആയിരിക്കണം. ഓക്കെ, ഒരു ഗുഡ് റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട്, വളരെ കറക്റ്റ് ആയിട്ട്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ട്, മീനിങ്ങോട് കൂടിയിട്ട് വേണം നമ്മളൊരു കൃത്യമായുള്ള ഒരു എഴുത്ത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സോ സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ്, എഴുത്തിൽ ശ്രദ്ധിക്കുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? സ്റ്റെപ്പ് 1 പ്ലാനിങ്. എഴുതുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ പ്ലാൻ ഉണ്ടായിരിക്കും. ഞാൻ എന്താണ് എഴുതാൻ പോകുന്നത്, എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കിട്ടണത്. സോ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. സോ ഫസ്റ്റ് തിങ് പ്ലാനിങ്. തിങ്ക് എബൌട്ട് ടോപ്പിക്കിനെ കുറിച്ച് നല്ലോണം ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. സെക്കൻഡ് തിങ് ഡ്രാഫ്റ്റിംഗ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് കോപ്പി ഇറക്കുന്നതിന് മുമ്പ് എഴുതിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം പ്രിന്റ് എടുക്കാനുള്ള അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഫസ്റ്റ് കോപ്പിക്ക് മുമ്പ് ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് എഴുതി വെക്കുക. എന്നാൽ അവിടെ നമുക്ക് വല്ല എറേഴ്സ് ഉണ്ടെങ്കിൽ തിരുത്തിയിട്ട് ഫസ്റ്റ് കോപ്പി പിന്നെ എഴുതാമല്ലോ. സോ ഒരു മെയിൻ ഫസ്റ്റ് കോപ്പിക്ക് മുമ്പ് നമ്മൾ ജസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ഇത് എഴുതി ഉണ്ടാക്കി വെക്കുക. ദാറ്റ് ഈസ് ഡ്രാഫ്റ്റിംഗ്. തേർഡ് തിങ് റിവൈസിങ്. എഴുതിയ കാര്യത്തെ നമ്മൾ മിസ്റ്റേക്കുകൾ ഉണ്ടോ, ആ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന തരത്തിൽ റിവൈസ് ചെയ്ത് നോക്കുക. ഒന്നുകൂടെ പ്രൂഫ് ചെക്ക് ചെയ്ത് നോക്കുക, റൈറ്റ് തന്നെയല്ലേ, ഇങ്ങനെ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ മാറ്റി എഴുതാനുള്ള തരത്തിൽ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുക. ദെൻ എഡിറ്റിംഗ് അല്ലേ, ആ സമയത്ത് എഡിറ്റിംഗ് നടത്തി നമ്മളൊരു മെയിൻ കോപ്പി ആയിട്ട് ഗ്രാമറൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഒരു ഫസ്റ്റ് കോപ്പി പോലെ നമ്മൾ ഇറക്കുക. ഓക്കെ, മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ ഇറക്കുക. ഓക്കെ, അപ്പോൾ റൈറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ് പ്ലാനിങ്, തിങ്ക് അബൌട്ട് ദ ടോപ്പിക്. ഡ്രാഫ്റ്റിംഗ്, റൈറ്റ് ഫസ്റ്റ് കോപ്പി. റിവൈസിങ്, കറക്റ്റ് മിസ്റ്റേക്സ്. ആൻഡ് എഡിറ്റിംഗ്, ഇംപ്രൂവ് ഗ്രാമറൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരു സാധനം അങ്ങോട്ട് എഴുതുക. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് റൈറ്റിംഗ്. ഒരു നല്ല എഴുത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് റൈറ്റിംഗ് എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ് ക്ലാരിറ്റി. എഴുതുന്ന കാര്യം വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് വേണം എഴുതാൻ. കാരണം നമ്മൾ ഈ എഴുതുന്ന കാര്യം വേറൊരാൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതും. അത് വായിച്ച് ആൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം എന്നുള്ള ബോധവും നമുക്ക് ഉണ്ടായിരിക്കണം. സോ എഴുതുന്ന കാര്യം വളരെ ക്ലാരിറ്റിയോട് കൂടി വ്യക്തമായിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഈസി അണ്ടർസ്റ്റാൻഡിങ്, വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഈസിലി അണ്ടർസ്റ്റാൻഡിങ് ആവുന്ന രൂപത്തിലായിരിക്കണം എഴുതേണ്ടത്. യൂണിറ്റി, വൺ മെയിൻ ഐഡിയ, ഒരു മെയിൻ ഐഡിയ അതിലുണ്ടായിരിക്കണം.
എന്നുവെച്ചാൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വഴുതി നീങ്ങി പോകാൻ പാടില്ല എന്നർത്ഥം. ഒരു മെയിൻ ഐഡിയ പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. കൊഹറൻസ്, ലോജിക്കൽ കണക്ഷൻ. ഓക്കെ, എന്തേലും എഴുതി വെക്കല്ല, ഈച്ച് സെന്റൻസും തമ്മിൽ ഒരു ലോജിക്കലി കണക്ഷൻ ഉണ്ടായിരിക്കണം. അത് ഫസ്റ്റ് സെന്റൻസ് ഏതോ സാധാരണ, സെക്കൻഡ് സെന്റൻസിൽ വേറെ ഏതോ, ലാസ്റ്റ് ആകുമ്പോഴേക്ക് വേറെ ഏതോ, അങ്ങനെ എഴുതാൻ പാടില്ല. ഈച്ച് ലൈൻസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് കറക്റ്റ് ഗ്രാമർ, ഒരു ലാംഗ്വേജ് എറേഴ്സും ഉണ്ടാവാൻ പാടില്ല. കറക്റ്റ് ഗ്രാമറോട് കൂടിയിട്ട് ഒരു എറേഴ്സ് ഒന്നും ഇല്ലാതെ വേണം, കൃത്യമായിട്ടും വ്യക്തമായിട്ടും വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. സോ ഒരു ഗുഡ് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്ലാരിറ്റിയോട് കൂടിയിട്ട് വേണം എഴുതാൻ, ഈസി അണ്ടർസ്റ്റാൻഡിങ്, അത് വായിക്കാനുള്ള സാധനമാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് ആ രീതിക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന രൂപത്തിൽ വേണം നിങ്ങൾ എഴുതാൻ, ക്ലാരിറ്റിയോട് കൂടിയിട്ട്. ഒരു യൂണിറ്റി ഉണ്ടായിരിക്കും, ഒരൊറ്റ മെയിൻ ഐഡിയയെ ഒരു പാസേജിൽ പറയാൻ പാടുള്ളൂ. ആൻഡ് കൊഹറൻസ്, ഒരു ലോജിക്കൽ കണക്ഷൻ ഈച്ച് സെൻറ്റൻസ് തമ്മിൽ വേണം, ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് കറക്റ്റ് ഗ്രാമർ, കറക്റ്റ് പ്രോപ്പർ ഗ്രാമർ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈച്ച് സെൻറ്റൻസും എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാരാഗ്രാഫ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് ഒരു സ്ട്രക്ചർ. പാരാഗ്രാഫ് എഴുതുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ്, ഒരു ഫസ്റ്റ് പാര, സെക്കൻഡ് പാര, തേർഡ് പാര, ഓരോന്നിലും എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫിൽ മെയിൻ ഐഡിയ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ടോപ്പ് സെന്റൻസിൽ മെയിൻ ഐഡിയ കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്, ഒരു പാരാഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ സപ്പോർട്ടിങ് സെന്റൻസ് ആയിട്ട് എഴുതുന്ന സെന്റൻസുകൾ നിങ്ങൾ അതിനുള്ള ആ ഇൻട്രൊഡക്ഷൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കോണ്ടന്റ് ആണ് നിങ്ങൾ എവിടെ എഴുതേണ്ടത്, സെക്കൻഡ് സെന്റൻസിൽ, സപ്പോർട്ടിങ് സെന്റൻസിൽ എഴുതേണ്ടത്. ആൻഡ് കൺക്ലൂഷൻ സെന്റൻസ്, ഏറ്റവും അവസാനം എഴുതുന്ന സെന്റൻസിൽ അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതുക, ഓക്കെ, അവസാനിപ്പിച്ചുകൊണ്ട് എഴുതുക. സോ ഒരു സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോപ്പിക് സെന്റൻസ് ഉണ്ടായിരിക്കണം, അവിടെയാണ് മെയിൻ ഐഡിയ കൊടുക്കേണ്ടത്. ഒരു സപ്പോർട്ടിങ് സെന്റൻസ് ഉണ്ടായിരിക്കണം, അവിടെയാണ് നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ആൻഡ് ഒരു കൺക്ലൂഷൻ സെന്റൻസും ഉണ്ടായിരിക്കണം, അവിടെയാണ് നിങ്ങൾ എൻഡിൽ കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ടത്. സോ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങളൊരു പാരാഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ എഴുത്തിൽ കാണുന്ന കോമൺ മിസ്റ്റേക്കുകളാണ്, നമുക്കൊക്കെ പറ്റുന്ന കുറച്ച് കോമൺ എറേഴ്സ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അല്ലേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ട് ഒരു വേർഡ് എഴുതാതിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ വൊക്കാബുലറി, ആ ഒരു വൊക്കാബുലറി എന്നുള്ളത് കൃത്യമായി പ്രൊനൗൺസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവില്ല. സോ എഴുത്തിൽ വരുന്ന ഒരു മെയിൻ എററാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ദെൻ ഗ്രാമർ മിസ്റ്റേക്സ്, ഗ്രാമറിൽ വരുന്ന തെറ്റുകൾ. റിപ്പീറ്റേഷൻ, കൊടുത്ത കാര്യം തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറയാം, അത് ആ സെൻറ്റൻസിൽ തന്നെ എററാക്കേ ചെയ്യുള്ളൂ, അതല്ലാതെ അത് ഒട്ടും നന്നാക്കല്ല ചെയ്യാം. ആൻഡ് പുവർ പങ്ക്ച്വേഷൻ, കൃത്യമായിട്ട് പങ്ക്ച്വേഷൻ മാർക്ക് കൊടുക്കാതെ എഴുതുന്ന പ്രവൃത്തി. കോമ ഇടേണ്ടടുത്ത് കോമ തന്നെ ഇടണം, ഫുൾ സ്റ്റോപ്പ് ഇടുകാറില്ല. ഇൻവേർട്ടർ കോമ ഇടേണ്ടടുത്ത് ഇൻവേർട്ടർ തന്നെ വേണം. അതൊന്നും ശ്രദ്ധിക്കാണ്ട് തെറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ എഴുത്തിൽ വരുന്ന മെയിൻ മിസ്റ്റേക്കുകൾ. സോ എന്തൊക്കെയാണ് റൈറ്റിങ്ങിൽ വരുന്ന മെയിൻ മിസ്റ്റേക്കുകൾ? സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഗ്രാമർ മിസ്റ്റേക്കുകൾ, റിപ്പീറ്റേഷൻ ആൻഡ് പുവർ പങ്ക്ച്വേഷൻ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഇതൊക്കെ ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങളത് എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട്, കറക്റ്റായിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ട്, മീനിങ് അർത്ഥവ്യക്തമായിട്ട് വേണം നിങ്ങൾ എഴുതാൻ. പിന്നെ ഓരോ കാര്യം നിങ്ങൾ എഴുതുമ്പോഴും കൃത്യമായിട്ട് പ്ലാൻ വേണം, എന്താണ് എഴുതാൻ പോണത്, ഡ്രാഫ്റ്റ് ചെയ്തിരിക്കണം, റിവൈസ് ചെയ്യണം, ആൻഡ് എഡിറ്റ് ചെയ്തിട്ട് വേണം ഒരു കാര്യം എഴുതി പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഗുഡ് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്ലാരിറ്റിയോട് കൂടി, യൂണിറ്റിയോട് കൂടി, കൊഹറൻസ്, ലോജിക്കൽ കണക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ട്, കറക്റ്റ് ഗ്രാമർ യൂസേജ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഓരോ സെൻറ്റൻസും ഓരോ പാസേജും എഴുതാൻ വേണ്ടിയിട്ട്. ഇനി പാരാഗ്രാഫ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോപ്പ് സെൻറ്റൻസിൽ മെയിൻ ഐഡിയ ആയിരിക്കണം പറഞ്ഞിരിക്കേണ്ടത്, സപ്പോർട്ടിങ് സെൻറ്റൻസിൽ എക്സ്പ്ലനേഷൻ ആയിരിക്കണം, കോണ്ടന്റ് എക്സ്പ്ലനേഷൻ ഇവിടെയാണ് വേണ്ടത്. ആൻഡ് എൻഡിങ് കൺക്ലൂഷൻ കൊടുത്തുകൊണ്ട് കൺക്ലൂഡിങ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുക. ആൻഡ് ഈ പറഞ്ഞ കോമൺ മിസ്റ്റേക്കുകൾ റൈറ്റിങ്ങിൽ വരുത്താതിരിക്കുക. സോ അതൊക്കെയുള്ള അത്രയും കാര്യങ്ങളുള്ളൂ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂണിറ്റ് 3 വരുന്നുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 4 ആയിട്ടുള്ള ദ ലാംഗ്വേജ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ് എന്നുള്ളതാണ്. ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം, 2 ടൈപ്പ് ലെറ്റേഴ്സ് ആണ്, ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒഫീഷ്യലി എഴുതുന്ന കാര്യങ്ങളായിരിക്കും ഫോർമൽ ലെറ്ററിൽ ഉണ്ടായിരിക്കുക.
എന്നാൽ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനും കസിൻസിനും റിലേറ്റീവ്സിനൊക്കെ ഇതിനെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റേഴ്സിനാണ് ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഫോർമൽ ലെറ്റേഴ്സ് ആണ്. സോ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ലെറ്റ്സ് ചെക്ക്. ഫോർമൽ ലെറ്റർ ഈസ് ഒഫീഷ്യൽ റൈറ്റിംഗ്. ഓക്കെ, ഒഫീഷ്യൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുക. യൂസ്ഡ് ഫോർ ജോബ് അപ്ലിക്കേഷൻ, ജോബ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടും, കംപ്ലൈൻറ്റ് ലെറ്റർ ആയിട്ടും, റിക്വസ്റ്റ് ലെറ്റർ ആയിട്ടും, ലീവ് ലെറ്റർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർമൽ ലെറ്റർ ഈസ് ഒഫീഷ്യൽ റൈറ്റിംഗ്. ഒഫീഷ്യൽ റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിനാണ് ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയാം. യൂസ്ഡ് ഫോർ ജോബ് അപ്ലിക്കേഷൻ, ജോബ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടും, കംപ്ലൈൻറ്റ് ലെറ്റർ, കംപ്ലൈൻറ്റ് ലെറ്ററിന് വേണ്ടിയിട്ടും, റിക്വസ്റ്റ് ലെറ്റർ ആയിട്ടും, ലീവ് ലെറ്റർ ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കാറ്? ഫോർമൽ ലെറ്റർ ഉപയോഗിക്കാറ്. ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പൊളൈറ്റ് ലാംഗ്വേജ് ആയിരിക്കണം. ഓക്കെ, പൊളൈറ്റ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഫോർമൽ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. തോന്നിയ പോലെ എഴുതല്ല, ഒരു കൃത്യമുള്ള സ്ട്രക്ചർ വെച്ചിട്ട് പ്രോപ്പർ സ്ട്രക്ചറോട് കൂടിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഫോർമൽ ടോണിലായിരിക്കണം. ക്ലിയർ പർപ്പസ് ക്ലിയർ ആയിട്ട് വ്യക്തമാക്കിയിരിക്കണം. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ലെറ്റർ. സോ ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ജോബ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടും, കംപ്ലൈൻറ്റ് ലെറ്റർ ആയിട്ടും, റിക്വസ്റ്റ് ലെറ്റർ ആയിട്ടും, ലീവ് ലെറ്റർ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. ആൻഡ് ഫോർമൽ ലെറ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊളൈറ്റ് ലാംഗ്വേജ് ആയിരിക്കണം, പ്രോപ്പർ സ്ട്രക്ചർ ആയിരിക്കണം, ഒരു ഫോർമൽ ടോണിലായിരിക്കണം, കൃത്യമായിട്ട് ക്ലിയർ പർപ്പസ് മെൻഷൻ ചെയ്തിരിക്കണം. ആൻഡ് ഫോർമൽ ലെറ്ററുടെ സ്ട്രക്ചർ എന്താ ചോദിച്ചാൽ എന്താ പറയുക? ഒരു സെൻറ്റേഴ്സ് അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ആരാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്സിനെയാണ് സെൻറ്റേഴ്സ് അഡ്രസ്സ് എന്ന് പറയാം. ദെൻ ഡേറ്റ്, എന്നാണോ ഈ ലെറ്റർ എഴുതുന്നത് അതാണ് ഡേറ്റ്, ആ ദിവസത്തെ ഡേറ്റ് ആണ് ഇവിടെ എഴുതുന്നത്. ദെൻ റിസീവേഴ്സ് അഡ്രസ്സ്, ആർക്കാണോ ഈ ലെറ്റർ എഴുതുന്നത് അവരാണ് റിസീവേഴ്സ് അഡ്രസ്സ്. ദെൻ സബ്ജക്റ്റ്, എന്തിനെ കുറിച്ചിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത്. സല്യൂട്ടേഷൻ, റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ പണ്ട് കൊടുക്കുന്ന സല്യൂട്ടേഷൻ. കോണ്ടന്റ്, ബോഡി എഴുതുക. ദെൻ ക്ലോസിങ്, യുവർ ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പണ്ട് എഴുതുക. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഫോർമൽ ലെറ്റർ. ഇതാണ് ഒരു ഫോർമൽ ലെറ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെൻറ്റേഴ്സ് അഡ്രസ്സ് ഉണ്ടായിരിക്കണം, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്സ്, സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, ബോഡി, ക്ലോസിങ്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഫോർമൽ ലെറ്റർ. ആൻഡ് ടൈപ്സ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് ലെറ്റർ ഉണ്ട്. പ്രോബ്ലംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിനാണ് കംപ്ലൈൻറ്റ് ലെറ്റർ എന്ന് പറയുക. അപ്ലിക്കേഷൻ ലെറ്റർ ഉണ്ട്. അഡ്മിഷനോ ജോബിനോ ഒക്കെ വേണ്ടി നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിനാണ് അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറയാം. റിക്വസ്റ്റ് ലെറ്റർ ഉണ്ട്. പെർമിഷൻ ആസ്ക് ചെയ്തുകൊണ്ട് എഴുതുന്നതിനാണ് റിക്വസ്റ്റ് ലെറ്റർ എന്ന് പറയാം. ഒഫീഷ്യൽ ലെറ്റർ, ഓഫീസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് ഒഫീഷ്യൽ ലെറ്റർ പറയാം. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ്. ആൻഡ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ലീവ് ലെറ്റർ ആണ്. ഫോർമൽ ലെറ്ററിന്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തതാണ്. ഫ്രം നമ്മുടെ നെയിമും അഡ്രസ്സും കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, എന്നാണ് ഇത് എഴുതുന്നത് വെച്ചാൽ ആ ഡേറ്റ് കൊടുക്കുക. ടു, നെയിമും അഡ്രസ്സും കൊടുക്കുക. ആർക്കാണെന്ന് വെച്ചാൽ ഇവിടെ സബ്ജക്റ്റ് കൊടുക്കുക. ലീവ് അപ്ലിക്കേഷൻ ആണോ, ആസ്കിങ് പെർമിഷൻ ആണോ, ഇവിടെ സബ്ജക്റ്റ് കൊടുക്കുക. റെസ്പെക്റ്റഡ് സർ മാഡം എന്ന് കൊടുക്കുക. കോൺടന്റ് എഴുതുക. യൂസ് ഫെയ്ത്ത്ഫുള്ളി നിങ്ങളുടെ പേര് എഴുതിക്കുക. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഫോർമൽ ലെറ്റർ. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കണം, ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഫോർമൽ ലെറ്റർ തികച്ചും ഒഫീഷ്യൽ ആയിരിക്കും, പൊളൈറ്റ് ആയിട്ടുള്ള രൂപത്തിൽ വേണം എഴുതാൻ വേണ്ടി. ഒരു ഫിക്സഡ് ഫോർമാറ്റ് ഉണ്ട്. ദിസ് ഇസ് ദ ഫോർമാറ്റ്. ഇതാണ് ഫിക്സഡ് ഫോർമാറ്റ്. ഇത് നമുക്ക് മാറ്റാൻ പറ്റൂല. എന്നാൽ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് പേഴ്സണൽ ആണ്, കാഷ്വൽ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ഫോർമാറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്ട്രക്ചർ, ഫോർമൽ ലെറ്റർ സ്ട്രക്ചർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ഫോർമാറ്റ് മറക്കാൻ പാടില്ല. സോ കംപ്ലൈൻറ്റ് ലെറ്റർ ആയിട്ടോ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ ആയിട്ടോ ലീവ് ലെറ്റർ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ലെറ്റർ എഴുതേണ്ടി വരിക. പൊളൈറ്റ് ലാംഗ്വേജിൽ ഒരു പ്രോപ്പർ സ്ട്രക്ചർ കൊടുത്തോണ്ട്, ദിസ് ഇസ് സ്ട്രക്ചർ, അത് കൊടുത്തുകൊണ്ട് ഫോർമൽ ടോണിൽ ക്ലിയർ പേർപ്പസ് വ്യക്തമാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്, ഒരു ഫോർമൽ ലെറ്റർ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. സോ
ബ്ലോക്ക് 3-ലെ നമ്മുടെ 4 യൂണിറ്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് 4 യൂണിറ്റുകളും ക്ലിയർ ആണെന്നുള്ളത്. സോ നമ്മൾ ആദ്യം എന്താണ് റീഡിങ്, എങ്ങനെ വായിക്കണം, വായനയെ കുറിച്ചൊക്കെ പറഞ്ഞു. ദെൻ നമ്മൾ വൊക്കാബുലറി ഡിസ്കസ് ചെയ്തു, റൈറ്റിംഗ് പറഞ്ഞു, ആൻഡ് ഫൈനലി ഒരു ഫോർമൽ ലെറ്ററിൻ്റെ സ്ട്രക്ചറും പറഞ്ഞു. സോ ഇതൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. സോ വരുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.